ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഓശാന ഞായറാഴ്ച ഞാൻ എടുക്കുന്ന വീഡിയോ ഇട്ടത്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഇതാ കുർബാനയ്ക്ക് പോകണം. അപ്പോൾ ഇന്ന് പതിവില്ലാതെ രാവിലെ മഞ്ഞൊക്കെ കണ്ടു പോകുന്ന സമയത്ത്. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ദിവസങ്ങളിലൊന്നും മഞ്ഞൊന്നും കാണാറില്ല. നല്ലപോലെ ക്ലിയറായി നമ്മുടെ വിൻ്റർ സീസൺ എല്ലാം തീർന്ന് സമ്മറിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. പക്ഷേ ഇന്ന് രാവിലെ എന്തെന്നറിയില്ല, രാവിലെ അങ്ങനെ മഞ്ഞ് കണ്ടു. ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങളിതാ പള്ളിയിലേക്ക് പോകണം. അപ്പോൾ ഓശാന ഞായറായതുകൊണ്ട് കുരുത്തോലയൊക്കെ കിട്ടുന്ന ആ ഒരു സന്തോഷത്തിലാണ് ഞങ്ങളിന്ന് പള്ളിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ പള്ളിയിലൊക്കെ പോയി വന്നു. അപ്പോൾ അതാ പള്ളിയിൽ പോയി വന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ കുരുത്തോലയാണത്. ഓശാന ഞായറിൻ്റെ അന്ന് രാവിലെ ഞങ്ങൾക്ക് കുർബാനയുടെ സമയത്ത് കിട്ടുന്ന കുരുത്തോല ഞങ്ങൾക്ക് 3 പേർക്കും കിട്ടിയതാട്ടത്. ഇനി നമുക്ക് ഓരോരോ ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ദിവസങ്ങളിലെല്ലാം. അത് കഴിഞ്ഞതാ കുറച്ച് ബുക്സിൻ്റെ പണികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇവിടെ 5 കവറിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഞാൻ ബുക്സുകൾ പേരൊക്കെ എഴുതി കൊടുക്കണം. അപ്പോൾ ടീം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കൂടെ ഒരുമിച്ച് പപ്പയും ചെയ്തുകൊണ്ടിരിക്കേണ്ടായിരുന്നു. ഇപ്പോൾ പപ്പ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയേക്കണം. അവിടെ സാർമാരോ വന്നിട്ടുണ്ട്. അപ്പോൾ അവരോട് വർത്തമാനം പറയാൻ വേണ്ടി പോയി. അപ്പോൾ ഇതിനൊക്കെ പേരെഴുതിയതിന് ശേഷമാണ് ഈ പ്ലാസ്റ്റിക് കോട്ടിങ് കവർ ഇങ്ങനെ നമ്മൾ പുറത്തേക്കൂടെ ഇടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ പേരും ക്ലാസ്സൊക്കെ എഴുതുന്നത്. സബ്ജക്റ്റ് പിന്നെ അതിൻ്റെ മുകളിൽ അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അവർക്ക്. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. സബ്ജക്റ്റ് കൊടുക്കാത്തതൊക്കെ എഴുതുന്നുണ്ട്. ഇതൊക്കെ ജോഗ്രഫിയാണ്. അപ്പോൾ ജോഗ്രഫിമ ഓൾറെഡി ഉണ്ട്. അപ്പോൾ സബ്ജക്റ്റ് ഉള്ളതുമ്പോൾ എഴുതുന്നില്ല, അല്ലാത്തതിനൊക്കെ എഴുതി കൊടുക്കണം. പിന്നെ ഇതിൽ ചിലപ്പോൾ എഴുതുമായിരിക്കും MSc. അതിനകത്ത് തന്നിട്ടില്ലല്ലോ. മോറൽ സയൻസ് ആണ്. പിന്നെ ഇതേതാ ഇംഗ്ലീഷ് 2. അപ്പോൾ അതിനകത്ത് എഴുതണം. ഇതിപ്പോൾ എഴുതാൻ മറന്നു. മാർക്കർ പേന വെച്ച് എഴുതി കൊടുക്കണം. പിന്നെ അഞ്ചിനോട് സ്റ്റാപ്ലർ വെച്ച് അടിക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ഇത്ര പകുതിയാക്കി ഇട്ടേക്കാണ്. ഇവിടെ 5 ഇത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ വീഡിയോ എടുക്കുക. അപ്പോൾ ഇവിടെ 5ന്റെ വർക്ക് ഒരു കോപ്പി ചെയ്തു കേട്ടോ. ഇവിടെ 2ാമത്തെ കോപ്പി മമ്മയെ കാണിച്ചെന്നൊന്ന് എങ്ങനെ ചെയ്യണ്ടേന്ന്. ഇനി ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വെച്ച് ഈ ബുക്സിൻ്റെ കൂടെ ജസ്റ്റ് പേര് മാത്രം എഴുതി വെച്ചിട്ട് നിർത്തി ഞങ്ങൾ കടയിൽ പോകണം. കടയിൽ നിന്ന് ഇത്തിരി സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. സ്പെഷ്യലി അഞ്ജുവിന് ഹോളി വരുവാണ്. കളേഴ്സൊക്കെ മുഖത്ത് തേക്കുന്ന ഫെസ്റ്റിവലാണ് ഇവിടെ. അപ്പം അതിന് കളർ വാങ്ങിക്കണം. പിന്നെ ഇങ്ങനെ വെള്ളമൊക്കെ ചീറ്റിക്കാനുള്ള ഇവിടെ പറയുന്നത് പിച്ച്കാരി എന്നാ. അപ്പം അത് വാങ്ങിക്കണം. പിന്നെ പുതിയ സെഷൻ തുടങ്ങുവാണ്. പിന്നെ പുതിയ സെഷൻ തുടങ്ങുവാണ്. അപ്പം അതിന് ടിഫിൻ ബോട്ടിൽ വേണം. അതുകൊണ്ട് ഇന്ന് ഞാൻ മമ്മിയും പപ്പയുടെ കൂടെ പോകുന്നു. അല്ലെങ്കിൽ ഞാൻ പോവാറില്ല കേട്ടോ ഇവരുടെ കൂടെ. ഞങ്ങള് ഷോപ്പിംഗ് ചെയ്യുമ്പോ മടുക്കും. ഞാൻ ഇവര് എല്ലാവരും വീട്ടിലത്തെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോ ഞാൻ മാത്രം നിന്ന് എനിക്ക് എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ മാത്രം ഞാൻ പോകുള്ളൂ. ഇത് തുറന്നതൊന്ന്. ഇത് ഹിസ്റ്ററി ആണോ? ഹിസ്റ്ററിയാ. അയ്യോ, അതെനിക്ക് തോന്നിയതാണോ അറിയില്ല. കെമിസ്ട്രി ആയിരുന്നു. ഓക്കെ കുഴപ്പമില്ല. അപ്പൊ ഞങ്ങളിനി വേഗം കുറച്ച് പണികൾ ഇതിന്റെ തീർക്കട്ടെ. മുഴുവനല്ല, കുറച്ച് തീർത്തിട്ട് നമ്മൾ പോകുന്നതായിരിക്കും. അപ്പൊ ഞങ്ങളങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ പോകാനായിട്ട് ഒരുങ്ങി നിൽക്കണം കേട്ടോ. അപ്പോഴേക്കും ഞങ്ങൾക്ക് ആമസോണിൽ നിന്നൊരു പാക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് അൺബോക്സ് ചെയ്ത് കാണാം. നല്ലപോലെ അവർ പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഒരു കോലണ്ടറാണ്. കിച്ചണിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ വാഷ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി കോലണ്ടർ. ഇതെങ്ങനെയാണെന്ന് തുറന്ന് നോക്കട്ടെ കേട്ടോ. നല്ല അടിപൊളി ബോക്സ് ആണത്. നമുക്കിതുകൊണ്ട് പല DIYയും ചെയ്യാൻ പറ്റും. മറ്റു പല യൂസിനൊക്കെ നമുക്കത് ഉപകരിക്കും. അപ്പം ഇതാണ് നമ്മുടെ കോലണ്ടർ. കിച്ചണിലേക്ക് നമുക്ക് വെജിറ്റബിൾസൊക്കെ കഴുകുമ്പോൾ വാഷ് ബേസിൽ തന്നെ വെച്ച് സിങ്കിനകത്ത് തന്നെ വെച്ച് നമുക്ക് കഴുകാൻ പറ്റുന്നത്. താഴെ ഇത് ടച്ച് ചെയ്യില്ല. അപ്പോൾ ആ രീതിയിൽ ഇങ്ങനെ ഇവിടെ അതിൻ്റെ താഴെ ഇങ്ങനെ കമ്പി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വാഷ് ബേസിൽ വെച്ച് കഴുകാം. വാഷ് ബേസിൽ വെക്കണമെന്നില്ല, താഴെ വെക്കേണ്ട കേട്ടോ. ഇങ്ങനെ നമുക്ക് സിങ്കിൽ 2 സൈഡിലും പിടിപ്പിച്ച് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റിയ കോലണ്ടറാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടൈപ്പ് ഒരെണ്ണം വാങ്ങിച്ചത്. ഇതാകുമ്പോൾ നമുക്ക് താഴെ ബേസിൽ അടിയിൽ നമ്മൾ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ വെള്ളത്തിലൊന്നും ടച്ച് ചെയ്യുമല്ലോ. ഞാനൊന്ന് വെച്ച് നോക്കട്ടെ വാഷ് ബേസിൽ. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ വെച്ച് വെജിറ്റബിൾസ് ഒക്കെ വാഷ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ 2 സൈഡിലായിട്ട് നമുക്കിതിൻ്റെ 2 ഹാൻഡിലും കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ നമുക്കിങ്ങനെ വെച്ച് കഴുകാം. അപ്പോൾ താഴെ മുട്ടയില്ല. അതാണ് ഇതിൻ്റെ ഒരു ഗുണം.
പറഞ്ഞാൽ നല്ല യൂസ്ഫുള്ളാണ്. നമുക്ക് ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ പല പ്രാവശ്യമായി കാണുന്നു ഓൺലൈനിൽ വാങ്ങിക്കുന്നത്. എന്നൊക്കെ വിചാരിക്കാറുണ്ട്, പക്ഷേ പിന്നെ വാങ്ങിക്കാമെന്ന് വെച്ച് നീക്കി വെച്ച് അങ്ങനെയാണ് ഇപ്പം വാങ്ങിയത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 799 ആട്ടോ, 799 രൂപ, 800 രൂപ എന്ന് പറയാം. അപ്പോൾ ഇനി ഞങ്ങൾ കടയിലേക്ക് പോട്ടെ. അപ്പോൾ ഇതൊക്കെ കൂടെ വെച്ച് ഞങ്ങളിനി കടയിലേക്ക് പോകണം. ചെറിയൊരു ഷോപ്പിംഗ്, സൺഡേ ഷോപ്പിംഗ് അതിനായിട്ട് പോകണം. സ്പെഷ്യലി അഞ്ചുവിനുള്ള ഷോപ്പിംഗ് ആണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് ഇത്തിരിയൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ പോയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം. അപ്പോൾ ഇതാ ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സമയമായിട്ടോ. അപ്പോൾ ഞങ്ങളുടെ മാർക്കറ്റിലേക്ക് പക്കെ എന്ന് പറയുന്ന മാർക്കറ്റിലേക്ക് ഞങ്ങൾ പോകണം. നാളെയാണ് ഞങ്ങൾക്കിവിടെ ഹോളി. അപ്പോൾ ഹോളി സെലിബ്രേഷൻ ഇവിടെ തിങ്കളാഴ്ച ഓക്കെ, മൺഡേ നാളെയാണ് സെലിബ്രേഷൻ. അപ്പോൾ അതിനഞ്ചിന് കളറൊക്കെ വാങ്ങിക്കണം. അതിനൊക്കെ കൂടെ വേണ്ടിയാണ് ഞങ്ങൾക്ക് പോകുന്നത്. പോകാം. അങ്ങനെ ഞങ്ങൾ ഇതാ മാർക്കറ്റിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വാങ്ങിക്കാൻ പോകുന്നത് അഞ്ജുവിന് വേണ്ട പുതിയ വാട്ടർ ബോട്ടിൽ, ടിഫിൻ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടുള്ള ഒരു ഷോപ്പിലേക്കാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ അഞ്ജുതാ ടിഫിൻ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പപ്പയും മോളും കൂടെ കുറച്ച് സമയമൊക്കെ നോക്കിയിട്ടോ. അതിനുശേഷം പിന്നെ പപ്പ വേറെ ഏരിയയിലേക്ക് നീങ്ങി. അപ്പോൾ ഞാനും അഞ്ജും കൂടെ നോക്കി കുറച്ച് സമയം. അങ്ങനെ എന്തായാലും അഞ്ജുവിന് ഇഷ്ടപ്പെട്ട് പിടിച്ചിരിക്കുന്ന ടിഫിൻ എന്ന് പറയുന്നത് ടിഫിൻ ബോക്സ് ഇതാണ് കേട്ടോ. ഇതാണ് അഞ്ജുന് കൂടുതൽ ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ. അപ്പോൾ പപ്പേനെയും കൂടെ കാണിച്ച് പപ്പയുടെയും കൂടെ അഭിപ്രായമൊക്കെ ചോദിച്ച് അങ്ങനെ അത് ഫൈനലാക്കി. അതിനുശേഷം പിന്നെ ഞാൻ എന്താ മാജിക് സ്പോഞ്ച് വാങ്ങിക്കുന്നത് കേട്ടോ, കിച്ചണിലെ യൂസിനൊക്കെ ആയിട്ട്. അപ്പോൾ ഒരു പാക്കറ്റിൽ 4 എണ്ണമായിട്ടുള്ള സ്പോഞ്ച് നമുക്ക് കിട്ടും. അപ്പോൾ അത് വെച്ച് നമുക്ക് കൗണ്ടർ ടോപ്പ് കാര്യങ്ങളൊക്കെ വൈപ്പ് ചെയ്യാനൊക്കെ പറ്റിയ നല്ല സ്പോഞ്ചാണ്. ഇതിന് മുൻപൊന്നും ഞങ്ങളിങ്ങനെ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നല്ലതായിട്ട് തോന്നിയതുകൊണ്ട് അങ്ങനെ സ്പോഞ്ച് എടുത്തിട്ടുണ്ട് ഞാനൊരു പാക്കറ്റ്. പിന്നെ അഞ്ജുതാ നെക്സ്റ്റ് ആയിട്ട് അഞ്ജുവിൻ്റെ വാട്ടർ ബോട്ടിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും അഞ്ജു തന്നെ നോക്കി അഞ്ജുന് ഇഷ്ടമുള്ളത് നോക്കി സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അഞ്ജു വാങ്ങിച്ച ഐറ്റംസ് ഒക്കെ ആയിട്ട് താഴേക്ക് ഇറങ്ങിയിട്ടപ്പോഴേക്കും അഞ്ജും പപ്പയും കൂടെ താഴേക്ക് ഇറങ്ങി. ഞാനപ്പോൾ നമ്മുടെ കിച്ചൺ ഐറ്റംസ് ഒക്കെ 1-2 കൂട്ടങ്ങളൊക്കെ നോക്കായിരുന്നു. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഇത് എല്ലാം അൺബോക്സ് ചെയ്ത് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വന്നപ്പോഴേക്കും ഇവരിവിടെ സ്നാക്സ് കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ മിക്സർ ഐറ്റംസ് അങ്ങനത്തെയൊക്കെ ഐറ്റംസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അത് ഇഷ്ടപ്പെട്ട 1-2 ഐറ്റംസൊക്കെ അതൊക്കെ വാങ്ങി ഞങ്ങളിതാ ബിൽ പേയ്മെൻറ്റ് നടത്തണം. അപ്പോൾ ബിൽ പേയ്മെൻറ്റ് നടത്തിയപ്പോൾ അവിടുത്തെ ആ ചേട്ടൻ പറഞ്ഞു ഞങ്ങളോട് 1500 രൂപയുടെ ഷോപ്പിംഗ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ബെഡ്ഷീറ്റ് 99 രൂപയ്ക്ക് എടുക്കാൻ പറ്റുന്നു. അതും ഡബിൾ ബെഡ്ഷീറ്റാണ് വിത്ത് 2 പില്ലോ കവേഴ്സ്. അപ്പോൾ അത് കേട്ടപ്പോൾ അങ്ങനെ ഇഷ്ടം തോന്നി. അപ്പം ഞങ്ങളിത് അങ്ങനെ നോക്കി സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ ഇഷ്ടമാതിരി ഉണ്ട് കേട്ടോ, നമുക്ക് ചൂസ് ചെയ്തെടുക്കാം, ഇഷ്ടമുള്ള കളർ എടുക്കാം. അപ്പം ഞാനിതാ നീല തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ അഞ്ജുന് ഹോളി കളിക്കാനുള്ള വെള്ളം സ്പ്രേ ചെയ്യാനൊക്കെയുള്ള ആ ഒരു ഐറ്റം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ ഇറങ്ങണം കേട്ടോ. ഇവിടെയൊക്കെ ഇതാ മാർക്കറ്റിലൊക്കെ ഇങ്ങനെ ഹോളി കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുക കേട്ടോ. ഇവിടെ നമ്മുടെ ഫ്രൂട്ട്സ് ഇപ്പോൾ ഇതാ മുന്തിരിയൊക്കെ ഇഷ്ടംപോലെ വന്നു തുടങ്ങി. മുന്തിരി, പഴം, ഓറഞ്ച് എല്ലാം ഉണ്ട്. ആപ്പിള്, പിന്നെ ഇതാ എൻ്റെ തൊട്ടടുത്ത് പോംഗ്രാനൈറ്റ്, പിന്നെന്താ എല്ലാ ഫ്രൂട്ട്സുകളും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓറഞ്ച് എൻ്റെ ഫേവറേറ്റ് ആണ്. ഓറഞ്ച്, മുന്തിരി, മാങ്ങ, അത് 3 എൻ്റെ ഫേവറേറ്റ്. അതാ ഇവിടെ ഹോളി കളിക്കാനുള്ള ഐറ്റംസ്, ഹോളി വെള്ളം സ്പ്രേ ചെയ്യാനൊക്കെ ഉള്ളത്. ഇവിടെ പച്ചക്കറികൾ, ഇവിടെ കരിക്കെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ കരിക്കിൻ്റെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നാട്ടിലത്തെ കരിക്കാണ്. അതൊക്കെ ഞങ്ങൾ മിസ് ചെയ്യുന്നു. വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് മറ്റു പല കടകളിൽ നിന്നായിട്ട് വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളതെല്ലാം പോയി വാങ്ങിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ പയ്യെ തിരിക്കണം കേട്ടോ ഇനി വീട്ടിലേക്ക്. ഹോളിക്ക് കത്തിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടോ റോഡിന്റെ നടുക്ക്? വിറകും മരങ്ങളും ഉണക്കയിലേക്ക് ആയിട്ട് ഞങ്ങളങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന് വളരെ അധികം ക്ഷീണിച്ച് എല്ലാവരും വന്ന് ഇരിപ്പുണ്ടോ. മടുത്ത് ശരിക്കും പറഞ്ഞാൽ പുറത്ത് വലിയ വെയിലും വലിയ ചൂടൊന്നും ഇല്ലെങ്കിലും ചെറുതായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുകൊണ്ട് പുറത്ത് പോയി വന്നപ്പോഴേക്കും ക്ഷീണമായി. ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞില്ലെങ്കിലും പല കടകളിൽ നിന്നൊക്കെ ആയിട്ടാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ അതിനെ കൊണ്ട്
ഒരു മടുപ്പ് വന്നു. ഇപ്പം എന്തായാലും ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് കുട്ടി സാധനങ്ങളൊക്കെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അഞ്ജുവിന് വേണ്ട ഐറ്റംസ് ആദ്യം തന്നെ പോയി വാങ്ങിയായിരുന്നു. അപ്പം അഞ്ജു കാണിക്കുന്നത് അഞ്ജുവിൻ്റെ ഫസ്റ്റ് ഐറ്റം ടിഫിൻ ബോക്സ്, പുതിയ ക്ലാസ്സിലേക്കുള്ള ടിഫിൻ ബോക്സ്. അഞ്ജുവിന് എന്താ ക്ലാസ് April 2. ഏപ്രിൽ 2 ക്ലാസ് തുടങ്ങും. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകളാണ്. അപ്പം അങ്ങനെ അഞ്ജു 8ാം ക്ലാസ്സിലേക്ക് കടന്നിരിക്കുന്നു. ഇനി അടുത്ത ഐറ്റം ഇതെന്താണെന്ന് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ അല്ലേ? ഐസ്ക്രീം മോൾഡ് വാങ്ങിച്ചേക്കുന്നതാണ്. ഇതൊന്ന് പൊട്ടിച്ചോക്കട്ടെ. ഞാനോർത്തത് ഇങ്ങനെ സെപ്പറേറ്റ് എന്നാണ്. ഇത് ഒരു ബോക്സ് കഴിഞ്ഞ കേട്ടോ. അത് ഞാൻ ഒരെണ്ണെടുത്ത് കാണിപ്പിക്കേന്ന് പറഞ്ഞത്. എൻ്റെ പേര് അങ്ങനെ ഇത് 5 സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. 5 സെലക്ഷനാണ്. ഇതാണ് ഐറ്റം ഇനി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇനി ഇടയ്ക്കൊക്കെ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതായിരിക്കും. ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങളെ വീഡിയോ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു മോൾഡ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ 2 ഐറ്റമായി 5 ഐറ്റംസ് കേട്ടോ. അതൊക്കെ ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ കൂടെ കഴിക്കും. എന്നാലും ഐറ്റം 5 ഓക്കെ. വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട് പറഞ്ഞാൽ ഇത് 5 സെലക്ട് ചെയ്ത് വാങ്ങിച്ചിരിക്കുന്നതാണ്. ഇതിനകത്ത് കുറേ വെള്ളം കൊള്ളും. വലിയ ബോട്ടിൽ വേണമെന്ന് പറഞ്ഞ് വലിയ ബോട്ടിൽ വാങ്ങിച്ചേക്കുന്നത്. പിന്നെ സ്റ്റീലിൻ്റെ ഒക്കെ ഇങ്ങനെ മറ്റേ തെർമൽ വാട്ടർ ബോട്ടിലൊക്കെ അങ്ങനത്തെ കൂടി ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് ആൾക്ക് ബോറിങ് ആയത്. അപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞിട്ടാണ്. അല്ലെങ്കിൽ ഫ്ലാസ്ക് ടൈപ്പ് സ്റ്റീലിൻ്റെ ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതെൻ്റെ ഐറ്റം. ഇതൊന്നും പൊട്ടിച്ച് നോക്കട്ടെ. നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സ്റ്റീലിൻ്റെ ആയതുകൊണ്ട് നമുക്ക് കംഫർട്ടബിളാണ്. ഗ്ലാസ് ബോട്ടിലൊന്നുമല്ല. അപ്പോൾ ടീ പൗഡറും അതുപോലെ ഷുഗറൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയ ബോട്ടിലാണ് അതിന് എഴുതിയിട്ടുണ്ട്. നമുക്ക് എന്താണെങ്കിലും ഇട്ട് വയ്ക്കാം, നമ്മുടെ ഇഷ്ടം. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ടപ്പോൾ ഒരു രസം തോന്നി അങ്ങനെ വാങ്ങിയതാണ്. ഇത് ഷുഗർ. ഇതൊന്നും ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ലേബിള്. ഇതാണ് കേട്ടോ. നമുക്കിപ്പോൾ അതന്നെ വെക്കണമെന്നൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ കറിയോ കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം. ഞാൻ അതൊക്കെ മനസ്സിൽ കണ്ടിട്ടാണ് വാങ്ങിയത്. നല്ല ടീ പൗഡറും ഷുഗർ ഇട്ട് വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം. അതിനൊരു അടപ്പും കൊടുത്തിട്ടുണ്ട് അവരിങ്ങനെ. ഇതിൻ്റെ ക്യാപ്പ് ജസ്റ്റ് ഇങ്ങനെ വെച്ച് അമർത്തുന്നതാണ്. ഇത് കിച്ചണിലേക്കുള്ള ഹാൻഡ് ടവലാണ്. ജസ്റ്റ് ഒന്ന് നമുക്ക് കൈയൊക്കെ ഒന്ന് വാഷ് ചെയ്ത് തുടയ്ക്കാൻ ഹാങ് ചെയ്തിടുന്ന ടവലൊരെണ്ണം വാങ്ങിച്ചതാണ്. ഇത് പപ്പയ്ക്ക് സോക്സ്. പപ്പയ്ക്ക് എത്ര സോക്സ്? 3 സെറ്റ്. 3 സോക്സ് ഒരുമിച്ച് പാക്കറ്റ്. എന്റെ ഷോപ്പിംഗ് അതുകൊണ്ട് കഴിഞ്ഞു കേട്ടോ. പപ്പയ്ക്ക് എത്രയ്ക്കുള്ളൂ ഷോപ്പിംഗ്? എന്റെ ഷോപ്പിംഗ് എത്രയ്ക്കുള്ളൂ? ഞാൻ പറയുന്നത് ചെയ്തില്ല. ഇത് ബൈ 1 get 1 ഫ്രീ. ബൈ 1 get 1 ഫ്രീ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മിക്സറാണത്. മിക്സർ എന്ന് പറയാൻ പറ്റും. പൊരിയൊക്കെ വറുത്ത് അതിനകത്ത് കപ്പലണ്ടിയൊക്കെ വറുത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ട് ഞങ്ങൾക്ക് 2 പേർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഏട്ടനും അങ്ങനെ വലിയ ഇഷ്ടമായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. മധുരമില്ലാത്ത ഒരു ഫീലിംഗ് ഇല്ല. ചേട്ടന് മധുരത്തിന്റെ ആളാണേ. മധുരം ഇതിനകത്ത് ഇല്ല. എരിവില്ല, മധുരവും ഇല്ല. എന്തായാലും എനിക്ക് ഇഷ്ടമില്ല. നമ്മൾ പൊരിയൊക്കെ കഴിക്കുമ്പോൾ എങ്ങനെ പൊരിയുടെ ഒപ്പം കപ്പലണ്ടിയൊക്കെ ആ ഒരു ടേസ്റ്റാണ്. എന്താ പറയാ, എരിവുമില്ല, മധുരമില്ല, പൊടിയില്ല, ഒന്നും യാതൊരു വികാരവും ഇല്ലാത്ത. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഈ പാക്കറ്റ് വാങ്ങിച്ചപ്പോൾ ഇതിന്റെ കൂടെ ഒന്നും ഫ്രീ ഉണ്ടായിരുന്നില്ല. ഇത് ഇതിന്റെ എത്ര 170 ആയിരുന്നു അല്ലേ? ഇതിന്റെ വില 170 ആണ്. 170. പക്ഷെ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം ഇതിന്റെ കൂടെ 1 ഫ്രീ ഉണ്ട്. അപ്പൊ ചാടി എടുത്തു. ചെലവാകാതിരുന്നായിരിക്കും. അതെ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഹോളി പ്രമാണിച്ചുള്ള വല്ല ഡിസ്കൗണ്ട് ആയിരിക്കാം, അറിയില്ല. എന്തായാലും ഇങ്ങനെ ഒരു ഓഫർ കിട്ടിയപ്പോൾ ഞങ്ങൾ ചാടി എടുത്തു. പിന്നെ പറയും മമ്മിയുടെ ഷോപ്പിംഗ് ആണ്. മമ്മിയുടെ ഷോപ്പിംഗ് ഒന്നല്ല, കിച്ചണിലേക്ക് വേണ്ടി സ്പോഞ്ച് വാങ്ങിച്ചിരിക്കുന്നതാണ്. നമുക്ക് വൈപ്പ് ചെയ്യാനുള്ള കൗണ്ടർ ടോപ്പ് കാര്യങ്ങളൊക്കെ വൈപ്പ് ചെയ്യാനുള്ള സ്പോഞ്ച് വാങ്ങിച്ചത്. അപ്പോൾ ഇതിനകത്ത് 4 സ്പോഞ്ചാണ് ഇതിനകത്തുള്ളത്. ഇതും മമ്മിയുടെ കേട്ടോ. എന്താ സ്റ്റീൽ വൂള് വാഷ് ബേസിനും അതുപോലെ വലിയ കുക്കർ ടൈപ്പ് വലിയ പാത്രങ്ങളൊക്കെ കഴുകാനൊക്കെ വേണ്ടി ഇത് എൻ്റെ കേട്ടോ. അപ്പം എൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇതും ഈ 2 പാത്രവും ഇതുമേ 3 ടൈപ്പ് ടൈലുകളുണ്ട്. ഇതിപ്പോൾ പൊട്ടിക്കാണ്ട് കാണാൻ പറ്റില്ലല്ലോ. ഇത് 3 in 1 ഇങ്ങനെ ഈ ടൈപ്പ് കുഴിയുള്ള കയ്യിൽ, പിന്നെ ഈ ടൈപ്പ് ഒരെണ്ണം, പിന്നെ ഇതിങ്ങനെ ചട്ടകൻ ടൈപ്പ്. ഇത് 3 കൂടെ 149 രൂപ. പിന്നെ എന്താ ഇത് മമ്മിയുടെ ഒന്നല്ല, ഇത് വേഫേഴ്സ് വാങ്ങിയതാ. ഇത് ശരിക്കും പറഞ്ഞത് വാങ്ങിക്കില്ലായിരുന്നു. എന്നിട്ട് അവര് പറഞ്ഞ എന്തോ ഫ്രീ ആണ്.
ഇതിപ്പോ ബൈ 1 get 1 ഫ്രീ ആണ്. അപ്പൊ എനിക്ക് ഫേവറേറ്റ് ചോക്ലേറ്റ് ആട്ടോ, അപ്പൊ ഞാൻ അതാണ് എടുത്തു. മമ്മിക്ക് സ്ട്രോബെറി. അപ്പൊ ഞാൻ എന്താ സ്ട്രോബെറിയുടെ എടുക്കുന്നത്. പിന്നെ 1500 രൂപയുടെ ഷോപ്പിംഗ് ചെയ്താൽ ഒരു ബെഡ്ഷീറ്റ് 99 രൂപയ്ക്ക് തരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങള് 1500 അല്ല, നമ്മുടെ കുറച്ചും കൂടെ ആയില്ലേ. 1500 മുകളിലേക്കാണെങ്കിൽ ഇങ്ങനെ ഒരു ബെഡ്ഷീറ്റ് 99 റുപ്പീസ് 100 രൂപയുടെ കൊടുക്കുവാണെങ്കിൽ ഒരു ബെഡ്ഷീറ്റ് കിട്ടും. ആ ബെഡ്ഷീറ്റിൽ എത്ര എഴുതിയിരിക്കുന്നത് അറിയോ? നോക്കി നോക്കാം. ഇത് എനിക്ക് വേണ്ടി വാങ്ങിച്ചിരിക്കുന്ന ഒരു വാട്ടർ ബോട്ടിൽ കേട്ടോ. സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് വെള്ളമൊക്കെ കൊണ്ടുപോകാനുള്ള. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ചെറിയ ഫ്ലാസ്കാ. അപ്പോൾ കുറച്ച് വെള്ളം കൊള്ളുള്ളൂ. അപ്പോൾ കുറച്ചും കൂടെ വലിപ്പത്തിലുള്ള വലിയ തുറന്ന വാങ്ങിയോ. നോക്കട്ടെ, എടുക്കട്ടെ, ഓരോന്ന് എടുക്കുന്നു. ഇത് അഞ്ജുന് പെൻസിലും പേനയും ഇട്ട് വയ്ക്കാനുള്ള പൗച്ച്. ഇതാ ഇങ്ങനത്തെ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. പിന്നെന്താ, പിന്നെ ബെഡ്ഷീറ്റിന്റെ 999. അത് നമുക്ക് 100 റുപ്പീസിന് 99 റുപ്പീസിന് കിട്ടി. 999 രൂപയ്ക്ക് കിട്ടുന്ന ബെഡ്ഷീറ്റ് 99 രൂപയ്ക്ക് കിട്ടി. ഡബിൾ ബെഡ്ഷീറ്റും ആണ് വിത്ത് 2 പില്ലോ കവർ. അപ്പൊ ലാഭമല്ലേ? ലാഭമാണ്. അപ്പൊ അത് കണ്ടപ്പോ പിന്നെ ഞങ്ങൾ വിട്ട് കളഞ്ഞില്ല, എടുത്ത് ഞങ്ങൾ തുറന്ന് കാണിച്ചു കേട്ടോ. അപ്പൊ ഇതിന്റെ കൂടെ 2 പില്ലോ കവർ ഉണ്ട്. ഡബിൾ ബെഡ്ഷീറ്റും ആണ്. അപ്പൊ പില്ലോ കവർ ഞാൻ കാണിച്ചു തന്നെ കേട്ടോ. പില്ലോ കവർ 100 രൂപയ്ക്ക് എന്തായാലും കുഴപ്പമില്ല. അതും ഡബിളും കൂടിയാണ്. കേട്ടോ ഡബിൾ ബെഡ്ഷീറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായോ? 100 റുപ്പീസിന് ഡബിൾ ബെഡ്ഷീറ്റ് കിട്ടാന്ന് പറഞ്ഞു. അത് മടക്കി പിടിച്ചിരിക്കുന്ന ഞാൻ മടക്കിയേക്കുന്നത്. ഡബിൾ ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടോ. പല കളർ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്തത് ഈ കളറാണ്. നമുക്കവിടെ പല കളറിൽ നിന്നും നോക്കിയെടുക്കായിരുന്നു. അപ്പൊ ബ്ലൂ നമ്മുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും അറിയാം, എനിക്ക് മൊത്തത്തിൽ ബ്ലൂവിനോടൊരു ഇഷ്ടം കൂടുതലാണ്. അപ്പൊ അങ്ങനെ ചാടിയെടുത്തത്. ഇത്രയ്ക്കൊക്കെയാണ് ഞങ്ങള് മെയിൻ ആയിട്ടുള്ള ഷോപ്പിംഗ് ചെയ്തത്. ഇതൊക്കെ പിന്നെ ഫ്രൂട്ട്സ്, കിച്ചണിലേക്കുള്ള ഐറ്റംസ്, ഓറഞ്ച്, പഴം. അതിനകത്ത് ഞങ്ങളുടെ ഹോളി ഫെസ്റ്റിവൽ വരുന്നു. അപ്പോ ഒരു സ്വീറ്റ് ഉണ്ടാക്കാറുണ്ട്, ഭുജിയ എന്ന് പറഞ്ഞ സ്വീറ്റ് ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അത് ഉണ്ടാക്കാൻ കശുവണ്ടി വേണം. അപ്പൊ അതുകൊണ്ട് കശുവണ്ടി വാങ്ങിച്ചിട്ടുണ്ട് ഒരു പാക്കറ്റ്. പിന്നെ അതിനകത്തേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് വേണം. അപ്പൊ അതുകൊണ്ട് കുറച്ച് ബദാം വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഇങ്ങനെ അവിടെ ഷോപ്പിൽ കണ്ടപ്പോൾ ഇഷ്ടത്തിന് വാങ്ങിയത് കേട്ടോ. നല്ല രസമുണ്ട് ബോട്ടിൽ കാണാൻ, ഹൈറ്റുള്ള ബോട്ടിലും. അപ്പോൾ ഇത് മഖാന എന്ന് പറയും. അത് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റമാണ്. അവർ ഓൾറെഡി ഫ്രൈ ചെയ്ത് മസാലയൊക്കെ ഇട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് റെഡിയാണ് കഴിക്കാൻ. ഇനി നമ്മൾ ഫ്രൈ ചെയ്യുകയൊന്നും വേണ്ട. അപ്പോൾ കണ്ടപ്പോൾ ഇഷ്ടം തോന്നി അങ്ങനെ വാങ്ങിയെന്ന് മാത്രം. അപ്പോൾ ഇത് നല്ലതാണ്, ഹെൽത്തിനൊക്കെ ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ കുട്ടി ഷോപ്പിംഗ്. ഞങ്ങളുടെ ചെറിയ ഷോപ്പിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുന്നു കരുതുന്നു. സിമ്പിൾ ആയിട്ടുള്ളൊരു ഷോപ്പിംഗ് ആയിട്ടൊന്ന് ചെയ്തത്. അഞ്ചു ഹോളി ഫെസ്റ്റിവലിൽ കളിക്കാൻ വേണ്ടിയിട്ട് വെള്ളം സ്പ്രേ ചെയ്യുന്ന ഒരു ഐറ്റം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് വണ്ടിയിൽ ഇരിക്കും, എടുത്തിട്ടില്ല. അത് വണ്ടിയിൽ ഇരിപ്പുണ്ട്. പിന്നെന്താ, കളർ ഓൾറെഡി മുൻപേ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, 2-3 കളറുകൾ. കളറൊക്കെ തേക്കാൻ ഇങ്ങോട്ട് പോവാ. അത് ഇരിപ്പുണ്ട്. പിന്നെന്താ, ഇത്രയ്ക്കൊക്കെയുള്ള നമ്മുടെ വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾ ഒത്തിരി പേര് വീഡിയോ കണ്ടു പോകുന്നുണ്ട്, പക്ഷേ കമൻ്റ് ഒന്നും ഇടുന്നില്ല. നിങ്ങളുടെ കമൻസൊക്കെ വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളോടൊക്കെ ഇഷ്ടമുള്ളവർ കമൻ്റൊക്കെ ഇട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്കത് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.